മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ മാങ്കൂട്ടത്തിലും നേർക്കുനേർ പോരിലേക്ക്. തന്റെ കയ്യിൽ വിലങ്ങ് വെപ്പിക്കാൻ വിജയന്റെ പോലീസിനെ അനുവദിക്കില്ല. അതിനേതറ്റം വരെയും പോകുമെന്ന തീരുമാനത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഹൈക്കോടതിയിൽ വൻ ട്വിസ്റ്റാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. രാഹുലിനെ തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യരുതെന്ന ഹൈക്കോടതി ഉത്തരവ് CPM, DYFI, SFI സംഘത്തിന് വലിയ തിരിച്ചടി. മാങ്കൂട്ടത്തിന് താൽക്കാലിക ആശ്വാസവും കിട്ടിയിരിക്കുകയാണ്. പിണറായി പോലീസ് രാഹുലിന്റെ കയ്യിൽ വിലങ്ങുവെക്കുന്ന നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു CPM സംഘങ്ങളെല്ലാം. തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം റദ്ദാക്കിയപ്പോൾ രാഹുൽ കീഴടങ്ങുമെന്ന് എല്ലാവരും കരുതി. അയാളുടെ സുഹൃത്തുക്കൾ തന്നെ രാഹുലിനെ കോടതിയിൽ എത്തിക്കാനുള്ള തീരുമാനവും എടുത്തിരുന്നു. അന്ന് നമ്മൾ കണ്ടതാണ് ഹൊസ്ദുർഗ് കോടതി വളപ്പിൽ പോലീസ് കാത്തുകെട്ടി നിൽക്കുന്നതും DYFIക്കാർ പൊതിച്ചോറും കൊണ്ട് വന്ന് നിൽക്കുന്നതുമൊക്കെ. വലിയ പ്രതിഷേധത്തിന് വേണ്ടിയായിരുന്നു അവർ അന്ന് തയ്യാറായി നിന്നത്. പക്ഷേ നിരാശയായിരുന്നു ഫലം. രാഹുൽ കീഴടങ്ങിയില്ല, ഹൈക്കോടതിക്ക് വെച്ചുപിടിച്ചു. വിജയന്റെ പോലീസ് തന്റെ കയ്യിൽ വിലങ്ങ് വെക്കുന്നത് തടയാൻ എന്തും ചെയ്യുമെന്ന് രാഹുൽ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അല്ല, ആഭ്യന്തരമന്ത്രി പിണറായി വിജയനെ പലതവണ കയറി തോണ്ടിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. വ്യാജ എന്ന് കരയാനല്ലാതെ എനിക്കെതിരെ ഒരു FIR എടുപ്പിക്കാൻ നിന്റെയൊക്കെ ആഭ്യന്തര വാഴയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു വേള പൊതുവേദിയിൽ നിന്ന് അതിരുവിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട് രാഹുൽ. അന്ന് CPMന്റെയും SFI, DYFI കൂട്ടരുടെയും സൈബർ ഗ്രൂപ്പുകളിൽ വന്ന ഒരു കുറിപ്പുണ്ട്. പിണറായി വിജയന്റെ പോലീസ് ഒരിക്കൽ നിന്റെ കയ്യിൽ വിലങ്ങ് വെക്കും. എടോ വിജയ എന്ന് നീ സഖാവിനെ വിളിച്ചില്ലേ, ആ വിളി വിജയൻ സഖാവ് കേൾക്കും. നിനക്കുള്ളത് പലിശയും മുതലും കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചും തരും. പിണറായി പ്രത്യേക ജനുസാണെന്ന് മരുമോനെ കൊണ്ടല്ല നിന്നെ കൊണ്ട് തന്നെ പറയിക്കും മാങ്കൂട്ടമേ എന്ന് സൈബർ ഗ്രൂപ്പുകളിൽ നിറഞ്ഞ വലിയ വെല്ലുവിളി. അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു. തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നു. കേരളം പിന്നീട് ശ്രദ്ധിച്ചു കാണും. ആ നിമിഷം മുതൽ CPM സൈബർ ഗ്രൂപ്പ് സടകുടഞ്ഞെഴുന്നേൽക്കുകയായിരുന്നു. വിജയന്റെ പോലീസിനെ പേടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓടി എന്ന് അവർ വലിയ ട്രോളുകൾ ഉണ്ടാക്കി. കർണാടകയിലെ തേയിലത്തോട്ടങ്ങളിലൂടെ അവന്റെ ഓട്ടം, സത്യമംഗലം കാട്ടിൽ പേടിച്ചു വിറച്ച് കഴിയുന്നു തുടങ്ങി സൈബർ വാളുകളിൽ ആഘോഷമാക്കി ഇടതു ഗ്രൂപ്പുകൾ. പിണറായിയുടെ കയ്യിൽ പരാതി കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഓടിയ നീയാണോ വേട്ടാവളിയ, വിജയനെ കയറി തൊട്ടത് തുടങ്ങി പിന്നീട് അങ്ങോട്ട് ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ മാസ് വീഡിയോകൾ പടച്ചുവിടുകയായിരുന്നു ഇടത് സൈബർ ഗ്രൂപ്പുകൾ. ഇടതുകൂട്ടരെല്ലാം കാത്തിരുന്ന ശുഭമുഹൂർത്തം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ വിലങ്ങ് വീഴുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ വിജയന്റെ പോലീസ് രാഹുലിന്റെ കയ്യിൽ വിലങ്ങ് വെപ്പിച്ചു എന്നുള്ള വീഡിയോ ഇടാൻ BGM ഉൾപ്പെടെ തയ്യാറാക്കി കാത്തിരുന്നവരാണ് ഈ ഇടതു ഗ്രൂപ്പുകൾ എല്ലാവരും. എന്നാൽ അതും കൂടി സംഭവിച്ചാൽ തന്റെ രാഷ്ട്രീയം അവസാനിച്ചുവെന്നും തലപൊക്കാൻ പോലും കഴിയാത്ത നിലയിൽ ചവിട്ടി താഴ്ത്തപ്പെടുമെന്നും പിന്നീട് ഒരിക്കലും CPMനെതിരെ കത്തിക്കയറാൻ തനിക്ക് കഴിയില്ലെന്നും രാഹുലിന് അറിയാം. തിരുവനന്തപുരത്തെ കോടതിയിലും ഹൈക്കോടതിയിലും രാഹുൽ കൊടുത്ത ഹർജിയിൽ ആവശ്യപ്പെട്ടത് അറസ്റ്റ് തടയണം എന്നുള്ള ആവശ്യവും കൂടിയായിരുന്നു. എന്നാൽ സെഷൻസ് കോടതി ഉത്തരവ് കനത്ത തിരിച്ചടിയാകുകയായിരുന്നു. അറസ്റ്റ് ചെയ്യാമെന്നായിരുന്നു തിരുവനന്തപുരത്തെ സെഷൻസ് കോടതി ഉത്തരവിട്ടത്. അതുകൊണ്ടാണ് വീണ്ടും ഒളിവിൽ തുടരുകയും രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത്. തൽക്കാലത്തേക്ക് അറസ്റ്റ് പാടില്ലെന്ന ഉത്തരവ് രാഹുലിനെ സംബന്ധിച്ച് ചെറുതല്ല, വലിയൊരാശ്വാസം തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി DYFI ആണ് ഏറ്റവും കൂടുതൽ രാഹുലിന്റെ കയ്യിൽ വിലങ്ങ് വീഴുന്നതിന് ഉറക്കമളച്ച് കാത്തിരുന്നത്. പൊതിച്ചോറിനെ അധിക്ഷേപിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നല്ലോ. അതായത് DYFI വിതരണം ചെയ്യുന്ന പൊതിച്ചോറിന്റെ മറവിൽ നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ ഞാൻ പറയുന്നില്ല എന്നായിരുന്നു ഒരു വേദിയിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അതിനുശേഷം വലിയ സൈബർ ആക്രമണം ഇടതു ഗ്രൂപ്പുകളിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. കാരണം നമുക്കറിയാം, പൊതിച്ചോർ എന്നത് അതിന് രാഷ്ട്രീയമൊന്നുമില്ല. മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന, സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന കോടിക്കണക്കിന് മനുഷ്യർക്കാണ് ആ സംഘടന പൊതിച്ചോറ് കൊടുക്കുന്നത്. അതിനെ എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട്. അതിനെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ അപമാനിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. അതുകൊണ്ട് തന്നെയായിരുന്നു DYFI അന്നേ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മറ്റെന്തും ഞങ്ങൾ ക്ഷമിക്കും, പക്ഷേ പൊതിച്ചോറിനെ നീ പറഞ്ഞത് ഒരു കാലത്തും ക്ഷമിക്കാൻ പോകുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ പിണറായി പോലീസ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ വിലങ്ങ് വെക്കണമെന്ന ഉറച്ച ഒരു തീരുമാനവും അതിനുവേണ്ടി പിന്നീട് രാഹുലിനെതിരെ വന്ന കേസുകൾ
അതിശക്തമായി ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിന്റെ കയ്യിൽ വിലങ്ങ് വീണു എന്ന് വരെ കരുതിയതാണ് ഇടത് സംഘടനകൾ. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ അവർക്ക് വലിയൊരു നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ചെറുതായിട്ട് ഒന്ന് ആശ്വസിക്കാനുള്ള വകയും ഒത്തുകിട്ടിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈകളിൽ വിലങ്ങ് വീഴുന്നതിന്റെ തൊട്ടടുത്ത നിമിഷം മുഖ്യമന്ത്രി പിണറായി വിജയനെ അല്ല ആഭ്യന്തരമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള റീലുകൾ പടച്ചുവിടുന്നതിനു വേണ്ടി കാത്തിരുന്ന ഇടത് ഗ്രൂപ്പുകൾക്ക് ഇപ്പോൾ ചിതറിയോടേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൂടെ വളർന്നു വന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പലപ്പോഴും പിണറായി വിജയനെ വിമർശിച്ച് കോൺഗ്രസ് അണികളിൽ ആവേശം വിതറി തനിക്കായി ഫാൻസ് ബേസ് ഉണ്ടാക്കിയെടുത്ത നേതാവാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാമായിരുന്നു താൻ എങ്ങനെ വളർന്നു വരണം എന്നുള്ളതിനെ കുറിച്ച്. നമുക്കറിയാം, പ്രതിപക്ഷ നിരയിൽ നിന്ന് VD സതീശൻ പോലും മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരുവിട്ട് വിമർശിക്കാറില്ല. VD സതീശൻ മാത്രമെന്നല്ല, പല നേതാക്കളും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു പരിധിയിൽ കൂടുതൽ അതിരുവിട്ട് വിമർശിക്കാറില്ല. പക്ഷേ ആ ഒരു അവസരം, ആ ഒരു ഗ്യാപ്പാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിനിയോഗിച്ചത്. പിണറായി വിജയനെ എന്തുകൊണ്ട് വിമർശിച്ചുകൂടാ? പിണറായി വിജയനെ ഞാൻ വിമർശിക്കും, ഞാൻ എന്തും പറയും, എടോ വിജയ എന്ന് വിളിക്കും, ആഭ്യന്തര വാഴ എന്ന് വിളിക്കും എന്നൊക്കെ കാണിച്ച് സൈബർ ഇടത്തിൽ കെട്ടുകിടന്നിരുന്ന ഈ കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളെ വീണ്ടും തീ കത്തിച്ചു വിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. അതിൽ ഒരു സംശയവുമില്ല. അല്ലാതെ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് നേതാവായ ആളല്ല രാഹുൽ. തനിക്കൊരു ഫാൻസ് ബേസ് ഉണ്ടായതിനു ശേഷം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയ ആളാണ്. അപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് കൃത്യമായി തനിക്ക് വേണ്ട ഒരിടം ഒരുക്കിയെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു. അത് പിണറായി വിജയനെ വിമർശിച്ച് നേടിയെടുത്തതാണ്. പക്ഷേ തൊട്ടിപ്പുറത്ത് വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിർപ്പുകളും അതുപോലെ തന്നെ വലിയ ശത്രുക്കളും ഉണ്ടായി. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചതിലൂടെ തന്നെ ഇടത് സൈബർ ഗ്രൂപ്പുകളൊക്കെ തന്നെ നോക്കി വെച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ടാണ് കൃത്യമായ ഒരു അവസരം വീണ് കിട്ടിയപ്പോൾ ഇടത് ഗ്രൂപ്പുകളെല്ലാം അതെടുത്ത് പ്രയോഗിക്കുന്നത്. ഇപ്പോഴും ഈ കേസും പുക്കാറും വന്നിട്ടും രാഹുലിനെ പിന്തുണയ്ക്കുന്നവരിൽ വലിയൊരു വിഭാഗം സൈബർ അണികളുണ്ട്. അതായത് കോൺഗ്രസിന്റെ തന്നെ. അവരെ തൃപ്തിപ്പെടുത്തിയാലേ ഇനിയും തനിക്ക് മുന്നോട്ട് പോകാനാകൂ എന്ന് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം. പിണറായി പോലീസ് തൂക്കിയെടുത്താൽ തന്റെ സൈബർ ആർമിക്കും തലപൊക്കാൻ കഴിയില്ല. ഇടത് സൈബർ വെട്ടുകിളിക്കൂട്ടം അവരെ കൊത്തിപ്പറിക്കുമെന്ന് രാഹുലിന് ബോധ്യമുണ്ട്. വിലങ്ങ് വെപ്പിക്കാൻ കാത്തിരുന്ന DYFI തേഞ്ഞൊട്ടിയെന്ന് രാഹുൽ ആർമി ഇപ്പോൾ ആഘോഷിക്കുകയാണ്. എന്നാൽ പിണറായി പോലീസിനെ പേടിച്ചോടി തളർന്ന രാഹുൽ എന്ന് CPM ഗ്രൂപ്പുകൾ മൂർച്ചയേറിയ മറുപടിയും കൊടുക്കുന്നുണ്ട്. അതത്ര നിസ്സാര ഒരു മുറിവല്ല, അത് ആഴത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിഞ്ഞിട്ടുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സൈബർ ഇടത്തിലാണ് ഇടത് രാഹുൽ ഗ്രൂപ്പ് പോര് നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലം പൊത്തുമ്പോൾ ആർപ്പ് വിളിക്കുന്നത് കണ്ണൂരിലെ സഖാക്കളാണ്. അവൻ ഞങ്ങളുടെ വൈകാരികതയിൽ കൈവച്ചു, അന്നേ ഓങ്ങി വെച്ചതാണ് നിനക്കുള്ള പണിയെന്ന് കണ്ണൂരിലെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തു വരുന്ന ചില പോസ്റ്റുകൾ. ദിവ്യ മുതൽ ആകാശ് തില്ലങ്കേരി വരെയുള്ളവരുടെ ഫേസ്ബുക്ക് വാളുകളിൽ നിറയുന്നതും രാഹുലിനെ വീഴ്ത്തിയതിന്റെ ആഘോഷ തിമിർപ്പിന്റെ കുറിപ്പുകളാണ്. ഇങ്ങ് തെക്കൻ കേരളത്തിലെ CPM കൂട്ടർക്കിടയിൽ പോലും ഇത്ര ആഘോഷമില്ല. അങ്ങ് വടക്ക് കണ്ണൂരുകാരുടെ ഹിറ്റ് ലിസ്റ്റിലെ 1ാം പേരുകാരനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് ഉറപ്പിച്ചു പറയാം.